ബാർക്കോഴ കേസിൽ കെ.എം. മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നിരവധി ആരോപണങ്ങളാണ് നേരിട്ടത്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോട്ടെണ്ണൽ മെഷീൻ പോലുമുണ്ട് എന്ന് ബിജു രമേശ് ആരോപിച്ചിരുന്നു. വ്യവസായിയായ ബിജു രമേശിൻ്റെ ആരോപണം വലിയ വിവാദമാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു ബാർക്കോഴ ആരോപണവും മറ്റും. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ കെ.എം. മാണിയുടെ പാർട്ടിയിൽ മറ്റൊരു വിവാദം പുകയുന്നത്. പാർട്ടി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഒരു വൻ വ്യവസായിക്ക് പണം വാങ്ങി നൽകി എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. വൻ ഓഫറുകളും കോഴപ്പണവും നൽകി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം സ്വന്തമാക്കിയ വ്യവസായിയാകും ജോസ് കെ മാണിയുടെ കേരള യാത്രയുടെ മുഴുവൻ ചെലവും ഇനി വഹിക്കുക. ഇതിനെതിരെ പാർട്ടിക്കുള്ളിലെ ജോസഫ് ഗ്രൂപ്പുകാർ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്ന കാഴ്ചയും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ കണ്ടുവരുന്നു. 2 ആഴ്ച മുൻപാണ് കോഴഞ്ചേരി നടന്ന പാർട്ടി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച ചൂടേറിയ വാദം നടന്നു കഴിഞ്ഞത്. ജോസ് കെ മാണിയുടെ കേരള യാത്ര പത്തനംതിട്ട വിടുന്നതോടെ പുതിയ ജില്ലാ പ്രസിഡന്റ് അധികാരമേൽക്കും. ഇതിന് മുന്നോടിയായി കോഴപ്പണത്തിൻ്റെ കൈമാറ്റം നടന്നുവെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നു. നിലവിലെ ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് ആണ് ഇദ്ദേഹത്തെ കയ്യിലെടുക്കാൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന് വ്യവസായിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവല്ല സ്വദേശിയായ വ്യവസായി സാമ്പത്തിക സ്ഥാപനം നടത്തുകയാണ്. പെന്തക്കോസ്ത് സമുദായ അംഗമായ ഇദ്ദേഹം അടുത്തിടെ ഒരു വിവാദ സ്കൂളും സ്വന്തമാക്കിയിരുന്നു. കോഴ കൊടുത്ത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം സ്വന്തമാക്കി വാർത്ത അറിഞ്ഞ് ബന്ധപ്പെട്ട പത്രമാധ്യമ സ്ഥാപനങ്ങളെ പരസ്യം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇയാൾ കയ്യിലെടുത്തിരിക്കുകയാണ്. ഗ്യാസ് ഏജൻസിയും മറ്റുമായി വ്യവസായ രംഗത്തേക്ക് വന്ന ഇദ്ദേഹം സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ വ്യവസായം തകർന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ സമീപകാലത്ത് മകൻ്റെ ഭാര്യ പിതാവ് UAE തട്ടിപ്പിന് ജയിലിലായതോടെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് വീണ്ടും നാട്ടിൽ തളർത്തു എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ. റാന്നിയിലെ വൻ പണക്കാരനായ മകൻ്റെ ഭാര്യ പിതാവ് അകന്നു പോകുന്നതിന് മുൻപായി സ്വത്തുക്കൾ മകളുടെ പേരിൽ ആക്കിയിരുന്നു. ഇതാണിപ്പോൾ വ്യവസായിക്ക് തുണയായിരിക്കുന്നത്. നിലവിലെ ജില്ലാ പ്രസിഡന്റിന് 35 ലക്ഷം രൂപ നൽകുകയും 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി എടുക്കുകയും ചെയ്തുവെന്നാണ് എതിർപക്ഷത്തിൻ്റെ മുഖ്യ ആരോപണം. കോഴഞ്ചേരി നടന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം വലിയ ചർച്ചയ്ക്കും വഴിവെച്ചിരുന്നു. മറ്റൊരു വിവാദ വ്യവസായിയായ എബ്രഹാം കലമണ്ണിലെ പെട്രോൾ പമ്പിൽ വെച്ചാണ് പണം കൈമാറ്റം ചെയ്തത് എന്നാണ് ആരോപണം ഉയരുന്നത്. ഈ വിവരം താൻ അറിയാതെ പോയതിൽ എബ്രഹാം കലമണ്ണിൽ യോഗത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നാണ് അറിയാൻ കഴിയുന്നത്. രഹസ്യമായി നടത്തിയ കച്ചവടം ഇപ്പോൾ പാർട്ടിക്കുള്ളിലും പുറത്തും പരസ്യമായിരിക്കുകയാണ്. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ ഒഴിവാക്കി പണം നൽകുന്നവരെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്ന മാണിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയാണ്. കെ.എം. മാണി നടത്തിയ കേരള യാത്രാ സമയത്ത് പണത്തിൽ പെട്ടിയുമായി വന്ന എബ്രഹാം കലമണ്ണിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയതും ഇപ്പോൾ വിമർശന വിധേയമാകുന്നുണ്ട്. ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കച്ചവടം ഉറപ്പിക്കുന്നത് എന്നാണ് പാർട്ടിക്കുള്ളിലെ വിമത ശബ്ദം ഉയർത്തുന്നവർ പറയുന്നത്. നിലവിലെ ജില്ലാ പ്രസിഡന്റിനെ ഡീൽ ചെയ്യുന്നതിനൊപ്പം കോട്ടയത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ലിഫ്റ്റ് നിർമ്മിച്ച് നൽകും. ഇതിനു പുറമെയാണ് കേരള യാത്രയുടെ ചെലവ് ഇയാൾ വഹിക്കുക. അതേസമയം ആരോപണങ്ങൾ തള്ളുകയാണ് നിലവിലുള്ള ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ്. ഇത്തരത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. പാർട്ടി നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടത് അനുസരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എതിരാളികൾ പറഞ്ഞു വരുന്നതാണ് ഇതെല്ലാമെന്നാണ് വിക്ടർ ടി തോമസ് പറയുന്നത്. അതേസമയം മറ്റ് ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നാണ് വിക്ടറിനെ അനുകൂലിക്കുന്നവർ നൽകുന്ന സൂചന. കേരള യാത്ര കഴിയുന്നത് വരെ വിവാദങ്ങൾ അകറ്റി നിർത്താനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് വിക്ടർ ഇങ്ങനെ പറയുന്നത് എന്നും പറയുന്നു. ഏതായാലും പണം നൽകി പാർട്ടി പദവി നൽകുന്ന ഇടപാട് നേരത്തെയും ഈ മാണി കോൺഗ്രസിൽ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികളും ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിലെ വിമത ശബ്ദം ഉയർത്തുന്നവരും പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു വിവാദം കത്തിപ്പടരുന്നത്.